Mira, they're setting up for tonight. The music competition for Dia de Muertos. You should sign up. My family would freak. Come on, what did De La Cruz always say? Seize your moment? Show me what you got, muchacho. I'll be your first audience. Miguel! Abuelita! What are you doing here? You leave my grandson alone. Doña, please. I was just getting a shine. I know your tricks, Mariachi. What did he say to you? He was just showing me his guitar. Shame on you. My grandson is a sweet little angelito querido cielito. You keep away from him. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2017 ഇറങ്ങിയ കോക്കോ എന്ന ഇംഗ്ലീഷ് ആനിമേഷൻ മൂവിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. Mira, they're setting up for tonight. ദേ ആർ സെറ്റിംഗ് അപ്പ് ഫോർ ടുനൈറ്റ്. അവർ ഇന്നത്തെ രാത്രിക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇവിടെ സെറ്റിംഗ് അപ്പ് എന്നതിൻ്റെ അർത്ഥം ഒരുക്കങ്ങൾ അല്ലെങ്കിൽ സജ്ജമാക്കുക എന്നൊക്കെയാണ്. കുറച്ച് ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് പഠിക്കാം. ദേ ആർ സെറ്റിംഗ് അപ്പ് ദ ചെയർസ് ഫോർ ദ വെഡ്ഡിങ്. അവർ വിവാഹത്തിന് കസേരകൾ സജ്ജമാക്കുകയാണ് അല്ലെങ്കിൽ ഒരുക്കി വെക്കുകയാണെന്നർത്ഥം. വി ആർ സെറ്റിംഗ് അപ്പ് എ ന്യൂ കമ്പ്യൂട്ടർ ഇൻ ദ ഓഫീസ്. ഞങ്ങൾ ഓഫീസിൽ ഒരു പുതിയ കമ്പ്യൂട്ടർ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം. ഷീ ഈസ് സെറ്റിംഗ് അപ്പ് ദ ടേബിൾ ഫോർ ദ ഡിന്നർ. അവൾ വിരുന്നിനായി മേശ ഒരുക്കുകയാണ്. ദ വർക്കേഴ്സ് ആർ സെറ്റിംഗ് അപ്പ് ദ സ്റ്റേജ് ഫോർ ദ ഷോ. പ്രദർശനത്തിനായി തൊഴിലാളികൾ വേദി തയ്യാറാക്കുകയാണ്. Rumor floating around that some hotshot piston cup race car is setting up his big racing headquarters here. Really? Oh, well, there goes the town. The music competition for Dia de Muertos. You should sign up. സൈനപ്പ്. ഇവിടെ സൈനപ്പ് എന്നതിൻ്റെ അർത്ഥം രജിസ്റ്റർ ചെയ്യുകയാണ്. അതായത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈനപ്പ് എന്ന് പറയുക. കുറച്ച് ഉദാഹരണങ്ങൾ വെച്ച് നോക്കാം. യു ഷുഡ് സൈൻ അപ്പ് ഫോർ ദ ക്ലാസ് ടുഡേ. നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി സൈനപ്പ് ചെയ്യണം, അതായത് രജിസ്റ്റർ ചെയ്യണമെന്ന്. ഇഫ് യു വാണ്ട് ടു ജോയിൻ ദ ഈവൻറ്റ് മേക്ക് ഷുവർ ടു സൈൻ അപ്പ് എയർലി. ഇവൻറ്റിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സൈനപ്പ് ചെയ്തെന്ന് ഉറപ്പാക്കണം. What about tonight? What's tonight? Well, they're having this talent show, and I thought I might. Sign up? Well, maybe. You have to have talent to be in a talent show. What are you gonna do? Shine shoes? My family would freak. മൈ ഫാമിലി വുഡ് ഫ്രീക്ക്. ഇവിടെ ഫ്രീക്ക് എന്നത് ഞെട്ടിപ്പോകും. അതായത് അതിൻ്റെ അർത്ഥം വരികയാണെങ്കിൽ ഈ കുടുംബത്തിന്, അതായത് മൈ ഫാമിലി വുഡ് ഫ്രീക്ക് എന്നതിനർത്ഥം എൻ്റെ കുടുംബം ഞെട്ടിപ്പോകുമെന്ന്. അതായത് ഈ കുടുംബത്തിന് ഇഷ്ടമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തോ വലിയ സംഭവമാക്കി, എന്തോ വലിയ കാര്യമാണെന്ന് കരുതി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇവർ ചെയ്യുക. ഇവർക്ക് പേടിയാണ് സംഭവത്തിൽ. ഇഫ് ഐ ടോൾഡ് ദം ഐ വാസ് മൂവിങ് അബൌട്ട് മൈ ഫാമിലി വുഡ് ഫ്രീക്ക്. ഞാൻ അവരോട് ഞാൻ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം ഞെട്ടിപ്പോകും. അതായത് അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന്. അവർക്കിതെല്ലാം വല്ലാത്തൊരു ഞെട്ടുണ്ടാക്കുന്നൊരു സംഭവമാണെന്ന്. ഐ ആം തിങ്കിങ് ഓഫ് ക്വിറ്റിങ് മൈ ജോബ് ബട്ട് മൈ ഫാമിലി വുഡ് ഫ്രീക്ക് ഇഫ് ഐ ഡിഡ് ദാറ്റ്. ഞാൻ ജോലി ക്വിറ്റ് ചെയ്യാൻ ആലോചിക്കുകയാണ്, എന്നാൽ അങ്ങനെ ചെയ്താൽ എൻ്റെ കുടുംബം ഞെട്ടിപ്പോകുമെന്ന്. അവർക്കതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന്. So, you're being strangely cryptic as you wrap your magic hair around my injured hand? Sorry. Just don't freak out. Come on, what did De La Cruz always say? Seize your moment? സീസ് യുവർ മൊമെൻറ്റ് എന്നതിൻ്റെ ആശയം നമുക്ക് ലഭിക്കുന്ന ഏതൊരു മഹത്തായ അവസരത്തെയും പാഴാക്കാതെ അത് പുരോഗമനത്തിനും വിജയത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആ കിട്ടിയ നിമിഷം നമുക്ക് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ നമ്മൾ എൻജോയ് ചെയ്യുക. അതാണ് സീസ് യുവർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ. കുറച്ച് ഉദാഹരണങ്ങൾ വെച്ച് നോക്കാം നമുക്ക്. ദിസ് ഈസ് യുവർ ചാൻസ് ടു വിൻ. സീസ് യുവർ മൊമെൻറ്റ്. ഇതാണ് നിനക്ക് ജയിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്ത്. ഇഫ് യു ലവ് സിംഗിങ് ഗോ ഓൺ സ്റ്റേജ് ആൻഡ് സീസ് യുവർ മൊമെൻറ്റ്. നിനക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണെങ്കിൽ പോയി സ്റ്റേജിൽ കയറി നിന്ന് അവസരങ്ങൾ മുതലാക്കി പിടിച്ചെടുക്കുക എന്നൊക്കെ. When you see your moment, you mustn't let it pass you by. You must seize it. Señor de la Cruz, what did it take for you to seize your moment? I had to have faith in my dream. No one was going to hand it to me. It was up to me to reach for that dream, grab it tight, and make it come true. No more hiding, Dante. I gotta seize my moment. I'm gonna play in Mariachi Plaza if it kills me. Show me what you got, muchacho. ഷോ മീ വാട്ട് യു ഗോട്ട്. ഇത് ഒരാളുടെ
ഇത് ഒരാളുടെ കഴിവുകൾ, അതായത് ഈ കുട്ടിയുടെ കഴിവുകൾ അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ മികവൊക്കെ തെളിയിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹന വാക്കാണ്. അതായത് ഈ കുട്ടിക്ക് കുറച്ചൊക്കെ മ്യൂസിക് വായിക്കാനറിയാം, അതുകൊണ്ട് പറയുകയാണ് നിൻ്റെ കഴിവ് നീ കാണിക്കുമെന്ന് പറയുകയാണ്. കുറച്ച് ഉദാഹരണം വെച്ച് നോക്കാം. യു വാണ്ട് ടു ജോയിൻ ദ ടീം, ഷോ മീ വാട്ട് യു ഗോട്ട്. നിനക്ക് ടീമിൽ ചേരാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നിൻ്റെ കഴിവുകൾ തെളിയിക്ക്. ദ സ്റ്റേജ് ഈസ് യുവേഴ്സ്, ഷോ മീ വാട്ട് യു ഗോട്ട്. വേദി നിൻ്റേതാണ്, നിൻ്റെ മികവൊക്കെ കാണിച്ചോ. അതായത് നിൻ്റെ മികവൊക്കെ കാണിക്കുന്ന അർത്ഥത്തിൽ ഉള്ളതാണ്. I'll be your first audience. ഐ വിൽ ബി യുവർ ഫസ്റ്റ് ഓഡിയൻസ്. ഇതിനർത്ഥം ഞാനാണ് നിൻ്റെ ആദ്യ പ്രേക്ഷകനെന്ന്. അതായത് ഈ കുട്ടി ആദ്യമായിട്ടാണ് പബ്ലിക്കിൽ നിന്ന് മ്യൂസിക് വായിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഫസ്റ്റ് ഓഡിയൻസ് തന്നെ ഇയാളാണെന്ന് പറയുകയാണ്. ഈ ഓഡിയൻസ് എന്നത് സാധാരണയായിട്ട് ഒരു കൂട്ടം ആളുകളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. I was just getting a shine. I know your tricks, mariachi. ട്രിക്സ് എന്നതിൻ്റെ അർത്ഥം വരികയാണെങ്കിൽ തന്ത്രങ്ങൾ, കൗശലങ്ങൾ, ചതികൾ എന്നൊക്കെയാണ്. ഇത് വിവിധ സാഹചര്യങ്ങൾ ഉപയോഗിക്കും. സാഹചര്യത്തെ നമുക്ക് അർത്ഥമാക്കാം. ഇത് ട്രിക്സിൻ്റെ പലവിധ സാഹചര്യങ്ങളിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് പറയാം. തന്ത്രങ്ങൾ അല്ലെങ്കിൽ കൗശലങ്ങൾ എന്ന അർത്ഥത്തിൽ വരും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി യൂസ് ക്ലവർ ട്രിക്സ് ടു സോൾവ് ദ പ്രോബ്ലം. അവൻ പ്രശ്നം പരിഹരിക്കാൻ മികച്ച തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ഇവിടെ ട്രിക്കിൻ്റെ അർത്ഥം തന്ത്രങ്ങൾ എന്നാണ്. ഇനി മറ്റൊരു ചതികൾ എന്നർത്ഥത്തിൽ വരും. ഐ വോണ്ട് ഫോൾ ഫോർ യുവർ ട്രിക്സ് അഗെയിൻ. നിൻ്റെ ചതികൾ ഇനി ഞാൻ ഇരയാക്കില്ല എന്നർത്ഥം, ഞാൻ ഇനി വീഴില്ല എന്നർത്ഥം. ഇനി ട്രിക്കി എന്നർത്ഥത്തിൽ നിന്ന് വരും. ദ മജീഷ്യൻ പെർഫോം അമേസിങ് ട്രിക്സ്. മജീഷ്യൻ അത്ഭുതകരമായ മാജിക് ട്രിക്കുകൾ കാണിച്ചു. ഇങ്ങനെയുള്ള അർത്ഥത്തിലേക്ക് വരും. Know your tricks, mariachi. മരിയാച്ചി എന്ന് പറഞ്ഞാൽ ഇത് മെക്സിക്കോയിൽ നിന്നുള്ളൊരു പരമ്പരാഗത സംഗീത വിഭാഗമാണ്. അവർക്കൊരു പ്രത്യേക ഡ്രസ്സൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു വിഭാഗത്തിനാണ് ഈ മരിയാച്ചി എന്ന് പറയുക. He was just showing me his guitar. My grandson. അപമാനകരമായ അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റത്തോട് പ്രതികരിക്കുമ്പോൾ പറയുന്നതാണ് ഈ ഷെയ്മോണിയം. അതായത് നിനക്ക് നാണമില്ല എന്നർത്ഥം. ഉദാഹരണം പറയുകയാണെങ്കിൽ യു ചീറ്റഡ് ഇൻ ദ ഗെയിം ഷെയ്മോണിയം. നീ കളിയിൽ ചതിച്ചോ, ഇല്ലെങ്കിൽ നാണമില്ല എന്ന് പറയും. അല്ലെങ്കിൽ യു ഡിഡ്ന്റ് ഹെൽപ്പ് യുവർ ഫ്രണ്ട് വെൻ ദേ നീഡഡ് യു, ഷെയ്ം ഓൺ യു. നിൻ്റെ സുഹൃത്തിന് സഹായം ഉണ്ടായപ്പോൾ നീ സഹായിച്ചില്ലേ, നിനക്ക് നാണമില്ല എന്നർത്ഥം. കീപ് Sweet little angelito querido, cielito. You keep away from him. കീപ് അവേ ഫ്രം എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക. അതായത് കീപ് അവേ ഫ്രം ഹിം എന്ന് പറഞ്ഞാൽ അവയിൽ നിന്ന് മാറി നിൽക്കുക. കീപ് അവേ ഫ്രം ഹിം, ഹി ഈസ് ഓൾവേസ് ഇൻ ട്രബിൾ. അവയിൽ നിന്ന് മാറി നിൽക്കുക, അവൻ എപ്പോഴും പ്രശ്നത്തിലാണ്. പിന്നെ അപകടകരമായ വസ്തുക്കളിൽ നിന്നും മാറി നിൽക്കുന്നതിന് കീപ് അവേ ഫ്രം എന്ന് ഉപയോഗിക്കാം. അതായത് കീപ് അവേ ഫ്രം ദാറ്റ് ബ്രോക്കൺ ഗ്ലാസ്. ആ പൊട്ടിയ കുപ്പിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക, പൊട്ടിയ ഗ്ലാസ്സിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്ന അർത്ഥത്തിൽ. I'm not from the candy tree department. Lying to a child. Shame on you, Ralph. But I wasn't lying about the medal. That is my medal. What big teeth you have. Man, shame on you, Maurice. Can you not see that you have insulted the freak? You must tell me, who the heck are you?